ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദാ ഇവിടെ അടിച്ച് പൊളിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എങ്ങനെ ഷോ കാണിക്കാതിരിക്കും ഗൈസ്? ആറ്റുനൂറ്റ് പെട്ടിയും പാക്ക് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളോ ട്രിപ്പിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞോ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്ത് ഞാൻ ഒരു ദിവസം അവിടെ എയർപോർട്ടിൽ കിടക്കേണ്ടി വരുമെന്ന്. കാത്തിരുന്ന് കണ്ണ് കഴിച്ചിട്ട് എയർലൈൻസിന്റെ ഭാഗം നമുക്ക് കിട്ടിയ ലക്ഷറി സ്റ്റേയും ഫ്രീ ഫുഡുമാണ് ഞാനിവിടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലണ്ടനിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇസ്താംബുളിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഇനിയും ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അങ്ങനെ നമ്മൾ തുർക്കിയിലെ ഒരു അടിപൊളി എയർപോർട്ടാണുള്ള ഇസ്താംബുൾ എത്തിയേക്കാണ് കേട്ടോ. അവിടെ ഓടി നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. സമയമില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ പോവാണ്. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഇസ്താംബുൾ ടു ദുബായ് ആണ്. അങ്ങനെ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഓടുമ്പോഴാണ് മറ്റേ ഫ്ലൈറ്റ് ഓൾറെഡി മിസ് ആയതുകൊണ്ട് ഇതെനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കില്ലല്ലോ, ഇതും പോയി. വാട്ട് എ വണ്ടർഫുൾ ഡേ. നമ്മൾ ഫ്ലൈറ്റ് ഇരുന്ന് തപ്പി അടുത്ത ദിവസത്തേക്കുള്ള ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് എപ്പോൾ ഇറങ്ങിയാലും എനിക്ക് കിട്ടുന്ന പണി ഇതാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? തുർക്കിയിലെ ആൾക്കാരെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ഫുഡും എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഇത്ര അടിപൊളിയാണെങ്കിൽ പുറത്ത് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് എന്നെ ആയിരിക്കും അല്ലേ? ഞാൻ അവസാനം തീരുമാനിച്ചു എയർപോർട്ടിൽ കിടന്നാൽ ഉറങ്ങാന്ന്. നാട്ടിൽ ഇഷ്ടംപോലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പിലും കിടന്നുറങ്ങി ശീലമുള്ളതുകൊണ്ട് വൈ നോട്ട് എയർപോർട്ട്. നമ്മൾ വെരി നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്താംബുൾ ടു ഷാർജയാണ് കിട്ടിയത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റേ ഷാർജയിലായതുകൊണ്ട് മോർ കൺവീനിയന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ ടിക്കറ്റ് എടുത്തു. പക്ഷെ വേറൊരു വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്താംബുൾ എയർപോർട്ടിന് പകരം ഇസ്താംബുളിൽ തന്നെയുള്ള 1 hour ഡിസ്റ്റൻസിലുള്ള വേറൊരു എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് പോകുന്നത്. അങ്ങനെ നമ്മുടെ സംഭവബഹുലമായ ഫ്ലൈറ്റ് യാത്ര അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. പണം പോട്ടെ പ്രതാപം വരട്ടെ അല്ലേ ഗൈസ്? പക്ഷെ നമ്മുടെ 3 ദിവസം അങ്ങോട്ട് ശുഭമായിട്ട് പോയി കിട്ടി. അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ചങ്കുകളോട് നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ കോലം അങ്ങോട്ട് മാറിയതുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുപെട്ടിരുന്നു. എന്നാലും അവർ തോറ്റില്ല. ഞാനൊരു പയ്യനാണ് വിചാരിച്ചിരിക്കും. ഏതായി അലവലാതി എന്നുള്ള ലുക്ക് വിട്ട് നമ്മുടെ ബൂബു ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വിഷു നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിച്ച് വളർന്നതാണ്. അങ്ങനെ അവരൊരുമിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ദുബായിൽ സ്റ്റേ കിട്ടിയില്ലേ? എന്തൊക്കെ ഗുണങ്ങളാണല്ലേ. അങ്ങനെ വീട്ടിൽ പോയി വിഷുവിൻ്റെ സ്പെഷ്യൽ മന്തിയും കഴിച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. കെട്ടേനെ കൊണ്ട് പണിയെടുപ്പിച്ച് വെറുതെ രാവിലെ തന്നെ എണീറ്റ് വിഷ്ണു എന്നെ വെളുപ്പാങ്കാലത്ത് തന്നെ ദുബായിൽ മെട്രോയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ മെട്രോയിൽ ഈസിലി ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ മെട്രോ കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ലണ്ടനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിസ്റ്റർ കാർഡ് പോലെ നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. മെട്രോയിൽ കയറി ആദ്യം ദുബായ് മോൾ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ട്രെയിനിൻ്റെ കൂടെ തന്നെ ഞാൻ അങ്ങേ അറ്റം വരെ സഞ്ചരിച്ചു. ഒന്നാമത്തെ റീസൺ ക്ഷീണം കാരണം അറിയാതെ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ ഉറർന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ എനിക്കത് വീണ്ടും വീണ്ടും കാണാൻ തോന്നി. അപ്പോൾ ഞാൻ ആ ട്രെയിനിൻ്റെ കൂടെ അങ്ങനെ പോയി. കാരണം ലണ്ടനിൽ അണ്ടർഗ്രൗണ്ടിൽ ട്രാവൽ ചെയ്ത് മടുത്തിട്ട് എനിക്കിത് വെളിച്ചമൊക്കെയുള്ള ട്രെയിനിലൂടെ പോകുമ്പോൾ അതും ഇത്രയും വിഷ്വൽസൂടെ എനിക്കതിന് ഇറങ്ങിപ്പോരാൻ തോന്നിയില്ല ഗൈസ്. ഫൈനലി വി ആർ ഇൻ ദുബായ് മോൾ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ദുബായ് മോളിലാണ്. ഈ മോൾ എന്നൊക്കെ പറയുമ്പം ഇത്രയും വലുപ്പവും ഇത്രയും ഹാപ്പനിങ് ആയിട്ടൊരു സ്ഥലമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് പോയി അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഉള്ളിൽ കയറിയത്. ഉള്ളിൽ എത്തിപ്പെടാൻ തന്നെ വഴുതെറ്റി ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ കറങ്ങി നടന്നിട്ടും കണ്ടു തീരണ്ടേ. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ദുബായ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലണ്ടനിൽ ഒരുപാട് മിസ് ചെയ്തൊരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു മോളും കാര്യങ്ങളും. നമുക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്ര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലം. കേക്കുകൾ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ബഡ്ജറ്റ് കോഡ് തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 റൗണ്ട് ഈ കേക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ തലങ്ങും വിലങ്ങും നടന്നു ഗൈസ്. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലഫി സാധനം, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷോപ്പിംഗ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പരിപാടി ആയതുകൊണ്ട് നമ്മൾ വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ അക്വേറിയവും കണ്ട് അതുവഴി വേൾഡ്സ് ടാളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ പോയിട്ട് അന്താളിച്ച് നിന്നു ഗൈസ്. സോളോ വൈബ് കുറച്ച് ബോറടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ദേവദൂതനെ പോലെ നമ്മുടെ ചങ്ക് ജോലിയിൽ നിന്ന് ചാടി ഓടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു അതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചാടി അവൻ്റെ വണ്ടിയിൽ കയറിയിട്ട് വീടെത്തിയപ്പോൾ അത് നമുക്ക് സർപ്രൈസ് തരാനെന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം മണിയൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഞെട്ടിക്കാനുള്ള അളിയൻ്റെ പ്ലാൻ അത്ര ഏറ്റില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഈ സ്കൂൾ പിള്ളേരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് പിന്നെ ഊഹിക്കണ്ടല്ലോ. അങ്ങനെ ഒരു 10-12 വർഷം മുന്നേ നടന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും ഗോസിപ്പുകളും അതിൻ്റെ പേര് 2 തല്ലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി.
ഞാൻ നീയും അല്ല എനിക്കറിയായിരുന്നു നിന്ന് തുടങ്ങാൻ ചെറുക്കാനല്ല പോയത് ഇവിടെ മാറുപോയി നീ വേണോ കഴിച്ചോട്ടോ നാളെ ജോലിക്ക് പോകണമെങ്കിൽ പൂവിനെ ട്യൂൺ ചെയ്യാൻ ഞാൻ കുറേ ശ്രമിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. അങ്ങനെ രാത്രി മൊത്തം എൻ്റെ പാഴായിട്ട് രാവിലെ എന്തായാലും നമ്മൾ നേരത്തെ എണീറ്റ് നമ്മളെ കറക്കം തുടങ്ങണമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഡേ 2 ഇൻ ദുബായ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷങ്കായ സെയിമിനെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ പോയത് ഗോൾഡ് സൂക്കിലേക്കാണ്. ഒരു ഓൾഡ് ദുബായ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോൾഡ് സൂക്ക് എന്ന് പറയുമ്പോൾ ഗോൾഡ് മാത്രമല്ല വലിയൊരു മാർക്കറ്റ് ഏരിയയാണ്. സ്പൈസസും ഡ്രസ്സസും എന്തുണ്ട് ഉപ്പ് തൊട്ട് കപ്പര വരെ എല്ലാം അവിടെ കിട്ടുമെന്ന് തോന്നുന്നു. കാണാൻ അടിപൊളി ഒരു ഫീല് കിട്ടുന്ന നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടേക്ക് പോകാൻ നമ്മൾ ബോട്ട് എടുത്തിട്ടാണ് പോയത് കേട്ടോ. അതാണ് അവിടുത്തെ നോർമൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഷോപ്പിങ്ങിനോട് അധികം ക്യൂരിയോസിറ്റി എനിക്ക് ഇല്ലാത്തത് കൊണ്ടും ക്രൗഡിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് പുറത്തിറങ്ങി നേരെ നമ്മുടെ പാരഗണിലേക്ക് പോയി. നാട്ടിലൊരു ഫുഡ് കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ അതേ ഫീൽ കിട്ടുന്ന ഒരു പാരഗണിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ ഒരു ക്രേവിങ് ആയിരുന്നു. അങ്ങനെ അതും സാധിച്ചു. ഫുഡെല്ലാം കഴിച്ച് കിറങ്ങിയിരിക്കുമ്പോഴാണ് ബീച്ചിൽ പോകാൻ ഒരു മൂഡായത്. കാരണം സൺസെറ്റിൻ്റെ സമയമായിരുന്നു. സൺസെറ്റ് എന്ന് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. പക്ഷെ അവിടെ എത്തിപ്പെടുമോയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കാടെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആദ്യം ട്രെയിൻ പിടിച്ചു, പിന്നെ ബസ് പിടിച്ചു, എവിടെ എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ക്യാബും പിടിച്ചിട്ട് നടക്കാതായപ്പോഴത്തേക്കും നമ്മൾ ടൈമിന് ട്രാഫിക് കാരണം എത്തില്ല എന്നുള്ളത് കൊണ്ട് വഴിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി ഓടി. ഗൈസ് എത്ര ദൂരം ഓടിയെന്നൊന്നും അറിയില്ല. പക്ഷെ കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്ത് നമ്മൾ സ്ഥലമെത്തി. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു സൺസെറ്റ് കാണുന്നത്. കട്ടിലെ ഫീലുള്ളൊരു സൺസെറ്റ് കിട്ടിയപ്പോൾ ആ കളേഴ്സും എല്ലാം കൂടെ ആയിട്ട് അമ്മോ ഹെവൻലി ഫീൽ ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബോളിവുഡ് മൂവി സോങ് എൻഡ് ചെയ്യുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഐഷുവും വിഷ്ണുവുമായിട്ട് അടിപൊളി ഒരു ഡിന്നർ കഴിച്ചു റെസ്റ്റോറൻ ഫുഡിങ് സ്പോട്ടിൽ. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അതിനുശേഷം റൂമിലേക്ക് ചെന്ന് റിലാക്സ് ആയിരിക്കുമ്പോഴാണ് ഒരാൾ കേക്കുമായിട്ടൊക്കെ വരുന്നത്. കാരണം നാളെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങിൽ ഒതുങ്ങുന്നതാണോ നമ്മുടെ സെലിബ്രേഷൻസ്? ഒരിക്കലും അല്ല. റിയൽ സെലിബ്രേഷൻസ് നിങ്ങൾ നാളെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ ഞാൻ പറയാൻ എപ്പോഴേ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.